ആകാശവാണി വാർത്താ വീക്ഷണം 2025 വിട പറയുമ്പോൾ തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ദീപു SL. ലോകമെമ്പാടും എല്ലാ തലങ്ങളിലും മാറ്റങ്ങളുടെ അടയാളങ്ങൾ പതിഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയത്. യുദ്ധങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും മനുഷ്യരാശിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട കാലഘട്ടം. സംഘർഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും ശാസ്ത്ര നേട്ടങ്ങളും ബഹിരാകാശ ഗവേഷണങ്ങളും സാങ്കേതിക പുരോഗതിയും ലോകത്തെ പ്രതീക്ഷകൾക്കപ്പുറം മുന്നോട്ട് നയിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങളും ഡിജിറ്റൽ വിപ്ലവവും സാമൂഹിക മാറ്റങ്ങളും ചേർന്ന് 2025 ഇന്ത്യയെ അടുത്ത ദശകത്തിലെ പരിവർത്തനത്തിനുള്ള വഴിത്തിരിവിലേക്ക് നയിച്ച ഒരു വർഷമായി മാറി. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ മഹാകുംഭമേളയുടെ ഭക്തിപാരവശ്യം വരെ ജീവിതം ആകാംക്ഷാഭരിതവും ഒപ്പം ആത്മീയ നിറവുമുള്ള ശ്രദ്ധേയമായ സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നൈസർ ഉപഗ്രഹവും ചന്ദ്രയാൻ ദൗത്യങ്ങളും ശാസ്ത്ര അഭിമാനമുയർത്തിയപ്പോൾ കായിക മൈതാനങ്ങളിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് അടക്കം വിവിധ ടീമുകൾ ചരിത്ര നേട്ടങ്ങൾ കുറിച്ചു. 2025 ഇന്ത്യയ്ക്ക് ഒരേ സമയം വെല്ലുവിളികളുടെയും നേട്ടങ്ങളുടെയും വർഷമായിരുന്നു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ നടുക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ സൈനിക കരുത്തിന്റെ പ്രകടനമായി. ജനുവരി മധ്യത്തോടെ രാജ്യത്തിന്റെ ശ്രദ്ധ ആത്മീയതയിലേക്കും സാംസ്കാരിക പൈതൃകത്തിലേക്കും തിരിഞ്ഞു. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനങ്ങളിൽ ഒന്നായി മാറി. ഭാരതത്തിന്റെ ആത്മാവിന്റെ കടലാഴവും വിശ്വാസത്തിന്റെ ഹിമാലയവുമാണ് മഹാകുംഭമേള. ഇന്ത്യ വീണ്ടും ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചെടുത്ത സംരംഭമായിരുന്നു നൈസർ ഉപഗ്രഹ ദൗത്യം. ഇന്ത്യ അമേരിക്ക ശാസ്ത്ര സഹകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നൈസർ വിലയിരുത്തപ്പെട്ടു. ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകളും 2025 നിർണായക ഘട്ടത്തിലെത്തി. ഐതിഹാസികമായ ആക്സിയം 4 ദൗത്യത്തിലൂടെ ബഹിരാകാശ പരിവേഷണ രംഗത്ത് ഇന്ത്യ നിർണായക അധ്യായം കുറിച്ചു. മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുകയും പ്രവേശിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല. അമേരിക്കയുടെ സ്പേസ് മൊബൈലിന്റെ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 വാർത്താവിനിമയ ഉപഗ്രഹം ISRO വിജയകരമായി വിക്ഷേപിച്ചു. സമുദ്ര പരിസ്ഥിതി സംരക്ഷണ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത പരിസ്ഥിതി സംരക്ഷണ കപ്പൽ സമുദ്രപ്രതാപ് സേനയുടെ ഭാഗമായി. സാമ്പത്തിക ഉണർവിന്റെയും പരിഷ്കരണത്തിന്റെയും വർഷമാണ് കടന്നുപോകുന്നത്. നികുതി ഭാരം ലഘൂകരിക്കുന്നതിനായി രാജ്യത്ത് സമഗ്രമായ GST പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കയറ്റുമതി വ്യാപാരത്തിന് കുതിപ്പ് നൽകി. ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഇന്ത്യയും ഒമാനും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലും ഒപ്പുവച്ചു. ഇന്ത്യയും ന്യൂസിലൻഡും സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. കരാർ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്ന 4 തൊഴിൽ നിയമ സംഹിതകൾ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. രാജ്യത്ത് സാങ്കേതിക മുന്നേറ്റത്തിനായി നിർമ്മിത ബുദ്ധി ഗവേഷണവും പ്രയോഗവും പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ദേശീയ AI ദൗത്യം ആരംഭിച്ചു. ദേശീയ ഗാനമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷം ജനങ്ങളുടെ അഭിമാനമുയർത്തി. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. 2028 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും 2035 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ GDP ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് $10.6 ട്രില്യൺ ജൂലൈയിൽ പുറത്തിറങ്ങിയ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പറയുന്നു. ഏപ്രിൽ 2 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് പരിഷ്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ആഘാതമുണ്ടാകാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയുടെ തെളിവാണ്. US ആസ്ഥാനമായുള്ള ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് അടുത്തിടെ നടത്തിയ ആഗോള സർവേ പ്രകാരം 75% അംഗീകാര റേറ്റിംഗോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ജനാധിപത്യ നേതാവായി ഉയർന്നു. 4.1 കോടി യുവജനങ്ങൾക്ക് തൊഴിലും വൈദഗ്ധ്യവും മറ്റവസരങ്ങളും സുഗമമായി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി തൊഴിൽ രഹിതർക്ക് വലിയ അവസരങ്ങളാണ് പ്രദാനം ചെയ്തത്. നിരവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധ നേടി. ഇതോടൊപ്പം ഡിജിറ്റൽ ഹെൽത്ത് ID, ടെലിമെഡിസിൻ പദ്ധതികൾ വ്യാപകമായതോടെ ആരോഗ്യ സേവനങ്ങൾ ഗ്രാമീണ ഇന്ത്യക്ക് കൂടുതൽ എളുപ്പമായി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി VBG റാംജി പദ്ധതി കൊണ്ടുവന്നു. ഒരു കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും. രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നായി. സെപ്റ്റംബർ 9 CP രാധാകൃഷ്ണൻ അടുത്ത ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തി.
ഊർജ്ജ മേഖലയിൽ ഇന്ത്യ 100 ജിഗാവാട്ട് സൗരോർജ്ജ ശേഷി എന്ന നാഴികക്കല്ല് കൈവരിച്ചു. ആണവോർജ്ജ വികസനത്തിനുള്ള പുതിയ ശാന്തി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ദേശീയപാതകൾ, എക്സ്പ്രസ് വേകൾ, തുറമുഖ വികസനം എന്നിവ വേഗത്തിലായി. വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചതോടെ റെയിൽവേ യാത്രയിൽ വലിയ മാറ്റം അനുഭവപ്പെട്ടു. ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത റെയിൽ പദ്ധതിയിൽ 2 പാതകൾക്ക് കരാർ ഒപ്പിട്ടു. 2025 ഇന്ത്യയ്ക്ക് കായിക രംഗത്തും ശ്രദ്ധേയമായ ഒരു വർഷമായിരുന്നു. ഏകദിനത്തിലെ കന്നി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ ലോകത്തിന്റെ നെറുകയിലെത്തി. ഫിദെ വനിതാ ചെസ് ലോകകപ്പിന്റെ അഖിലേന്ത്യാ ഫൈനലിൽ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി ദിവ്യ ദേശ്മുഖ് കിരീടം നേടി. അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം കായിക വിനോദപ്രേമികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. ഇന്ത്യയിലെ മാറാത്ത സൈനിക ഭൂപ്രകൃതിയും അമൂർത്ത സാംസ്കാരിക പൈതൃകമായ ദീപാവലിയും യുനെസ്കോ ലോക പൈതൃക സ്ഥല പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന് അഭിമാനമായി. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തങ്ങളിൽ ഒന്നാണ് ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായ ഫ്ലൈറ്റ് AI-171 വിമാന അപകടം. എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമു സുസുക്കി, ഗായിക ശാരദാ സിൻഹ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഗായകൻ പങ്കജ് ഉദാസിന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു. കേരള രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഡിസംബർ 21-ന് പുതിയ ഭരണസമിതികൾ നിലവിൽ വന്നു. വിദ്യാഭ്യാസപരവും സാംസ്കാരികവും ആത്മീയവുമായ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ 4 ദിവസത്തെ കേരള സന്ദർശനം. ശബരിമല അയ്യപ്പ ക്ഷേത്ര ദർശനം ഭക്തി നിർഭരമായി. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന് തുടക്കം കുറിച്ചതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിലെ മറ്റൊരു പ്രധാന പരിപാടി. തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്ന നാവികസേനാ ദിനാഘോഷത്തിലും രാഷ്ട്രപതി മുഖ്യ അതിഥിയായിരുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരള രാഷ്ട്രീയത്തെയും പൊതുജീവിതത്തെയും പിടിച്ചുകുലുക്കിയ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് സംഭവം രാജ്യാന്തര തലത്തിലും ചർച്ചയായി. കേരള ഹൈക്കോടതി ഇടപെടലോടെ അന്വേഷണം സമഗ്രമായി പുരോഗമിക്കുകയാണ്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 2-ന് ചുമതലയേറ്റു. കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറി. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി പ്രമുഖ ആഗോള നിക്ഷേപ കേന്ദ്രമായി മാറുന്നതിനുള്ള മുന്നേറ്റത്തിൽ നാഴികക്കല്ലായി. ജൂണിൽ കേരള തീരത്തുണ്ടായ കണ്ടെയ്നർ കപ്പൽ തീപിടുത്തം കടലിലും തീരമേഖലകളിലും മലിനീകരണ ഭീഷണി ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ദേഹവിയോഗം രാഷ്ട്രീയ രംഗത്തെ തീരാനഷ്ടമാണ്. തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ എന്നിവരുടെ വിയോഗവും 2025-ലെ നഷ്ടങ്ങളാണ്. ആഗോളതലത്തിൽ അസ്ഥിരത നിറഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയത്. ദീർഘകാലമായി നീളുന്ന നിരവധി യുദ്ധങ്ങളും പുതിയ സംഘർഷങ്ങളും പരിഹാരമില്ലാതെ തുടർന്നു. ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടുള്ള വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകി. ഹമാസ് തടവിലാക്കിയ അവശേഷിച്ച 20 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പലതവണ നടന്നുവെങ്കിലും പരിഹാരം സാധ്യമായില്ല. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ. 2025-ൽ ഉടനീളം സുഡാൻ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലായി. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. US-ന്റെ 47-ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പരിഷ്കരണം ആഗോളതലത്തിൽ കയറ്റുമതി വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക ആവശ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിച്ചു. ദക്ഷിണാഫ്രിക്ക G20-യുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു. ഇന്തോനേഷ്യയിൽ നവംബർ അവസാനം വീശിയടിച്ച സെൻ യാർ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 1000-ഓളം പേർക്ക് ജീവഹാനി നേരിട്ടു. കത്തോലിക്ക സഭയുടെ തലവനും വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരിയുമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പിൻഗാമിയായി റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ തിരഞ്ഞെടുത്തു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മരണം വർഷാന്ത്യത്തിലെ പ്രധാന സംഭവമാണ്. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വെല്ലുവിളികളും നേട്ടങ്ങളും ഒരുപോലെ അനുഭവപ്പെട്ട ഒരു വർഷമായിരുന്നു 2025. വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയും പുതിയ പ്രതീക്ഷകളോടെയും ലോകം 2026-ലേക്ക് കടക്കുന്നത് ഒരു വർഷത്തെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നൽകുന്ന കരുത്തിലാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. 2025 വിട പറയുമ്പോൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.